ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൂവി ലൊക്കേഷൻസ് തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടനാടിൻ്റെ കാഴ്ചകളാണ്. കോട്ടയത്ത് നിന്ന് നേരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ വന്ന് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലെത്തി റൈറ്റ് എടുത്താൽ കിടങ്ങറ മങ്കൊമ്പ് റോഡിലെത്താം. ഇവിടുത്തെ ഈ പാലത്തിനരികിലുള്ള ചെറിയ വഴിയിൽ കൂടി നടന്നാൽ നമുക്ക് കല്ലുപുരയ്ക്കൽ വീട്ടിലെത്താം. നമ്മളിപ്പോൾ നടക്കുന്നത് മണിമലയാറിന് തീരത്തുള്ള കൽക്കട്ടിൽ കൂടെയാണ്. ചെറിയ മോട്ടോർ തറകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാലത്തിന് സമീപത്തിലൂടെ കുറച്ച് ദൂരം നടന്ന് 2 മോട്ടോർ തറയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ജെസ്സിയുടെ വീട്. നമ്മൾ നടന്നു പോകുന്ന ഈ വഴികളൊക്കെ വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ജെസ്സിയുടെ വീട്. അപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നതാണ് കല്ലുപുരയ്ക്കൽ ഹെറിറ്റേജ് ഫാം ഹൗസ്. ഈ ഒരു വീട്ടിൽ വെച്ചാണ് വിനയ് താണ്ടി വരവയിലെ പ്രധാന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. വിനയ് താണ്ടി വരവായ പട്ടം പോലെ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു വീട്ടിലാണ്. മാർട്ടിൻ മഞ്ജു ദമ്പതികളുടെ ഉടമസ്ഥതയിലാണ് ഈ ഒരു ഭവനം. ഈ വീട്ടിലെ കുട്ടികളായ ആന്റണിയുടെയും ആൻമേരിയുടെയും പെറ്റാണ് ആ നിൽക്കുന്ന പശുക്കുട്ടി. ടൂറിസ്റ്റുകൾക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടി സ്പീഡ് ബോട്ട് അടക്കം ഒരുപാട് ബോട്ടുകൾ ഇവിടെയുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഈ ബോട്ടിൽ കുട്ടനാടിൻ്റെ കായൽ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത് 2010 പുറത്തിറങ്ങിയ ചിത്രമാണ് വിനയ് താണ്ടി വരവായ. ചിമ്പുവിൻ്റെ കരിയറിലെ ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വിനയ് താണ്ടി വരവായ എന്ന് തന്നെയാണ്. വളരെ മനോഹരമായ റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമയാണിത്. വിനയ് താണ്ടി വരവായ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയി കാണാം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ജെസ്സിയെ കാണുന്നതിന് വേണ്ടി കാർത്തിക് വള്ളത്തിൽ വന്ന് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ മതിൽ ചാടിയാണ് കാർത്തിക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്നാണ് മഞ്ഞിപ്പായ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ വരുന്നത്. വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിൽ കല്ലുപുരയ്ക്കൽ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ ബ്രില്യൻ്റായിട്ട് ഗൗതം മേനോൻ ഉപയോഗിച്ചിട്ടുണ്ട്. 112 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ വീടിന്. ഒരുപാട് ചെടികളും മരങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ വീടിൻ്റെ മുറ്റം. വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിൽ ജെസ്സി താമസിക്കുന്ന റൂം അതാണ്. ഈ റൂമിന് തൊട്ടരികിലുള്ള ഈ വരാന്തയിൽ വെച്ചാണ് കാർത്തികിനോട് ജെസ്സി തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും എല്ലാം ഈ ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ആദ്യം ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി നായകനായ ആയിരപ്പറ എന്ന ചിത്രമാണ്. ആ സിനിമയിൽ ചെട്ടിയാറുടെ വീടായി കാണിക്കുന്നത് കല്ലുപുരയ്ക്കൽ ഹൗസാണ്. കൂടാതെ പട്ടം പോലെ എന്ന ചിത്രത്തിൽ ദുൽഖറിൻ്റെ വീടായി കാണിക്കുന്നതും ഇതേ വീടാണ്. പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗം ദൂരെ കാണുന്ന ആ പാലത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. 2018 പുറത്തിറങ്ങിയ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിൽ പീറ്റർ ചായൻ്റെ വീടായിട്ട് കാണിക്കുന്നതും ഇതേ വീടാണ്. പീറ്റർ ചായൻ്റെ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് നടക്കുന്നത് ഈ വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ വെച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജെസ്സിയുടെ മനസ്സമ്മതം നടന്ന ആ ഒരു പള്ളിയാണ്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരത്തെ നമ്മൾ വന്ന ആ പാലത്തിന് അങ്ങോട്ട് തിരിച്ചു നടക്കുകയാണ്. വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിൽ ജെസ്സിയുടെ മനസ്സമ്മതം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ചിൽ വെച്ചാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടനാട്ടിലെ ഒരു ഐലൻഡ് വില്ലേജാണ് പുളിങ്കുന്ന്. പമ്പയാറിൻ്റെ തീരത്താണ് പുളിങ്കുന്ന് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 15 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് 20 കിലോമീറ്ററും അകലെയാണ് ഈ ഗ്രാമം. രാജീവ് ഗാന്ധി ജലമേള നടക്കുന്നത് പമ്പയാറിലാണ്. കൃഷിയും മത്സ്യബന്ധനവും ടൂറിസവുമാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളുടെയും തൊഴിൽ മേഖല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 118 വർഷത്തിലധികം പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ജെസ്സിയുടെ വീട്ടിൽ നിന്നും നമ്മൾ നേരെ പുളിങ്കുന്ന് പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഈ പള്ളിയിൽ വെച്ചാണ് ജെസ്സിയുടെ മനസ്സമ്മതം നടന്നത്. അതിൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. 1557 സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ച് നിർമ്മിക്കപ്പെട്ടത്. പുളിങ്കുന്ന് ഗ്രാമത്തിന് ഒരു സ്പിരിച്വൽ ഓറ നൽകുന്നത് ഈ പള്ളിയുടെ സാന്നിധ്യമാണ്. പമ്പയാറിൻ്റെ തീരത്ത് നിറയെ തെങ്ങുകളുള്ള ഒരു പ്രദേശത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പള്ളിയിലും പരിസരത്തുമായി ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. വിനയ് താണ്ടി വരവായ എന്ന ചിത്രം കൂടാതെ പട്ടം പോലെ, സൗണ്ട് തോമ, കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങിയ ഒട്ടേറെ സിനിമകൾ ഈ പള്ളിയുടെ അകത്തും പുറത്തുമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിൽ ചിമ്പും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ VTV ഗണേഷ് സാറും കൂടി നടന്നു വരുന്നത് ഈ പള്ളിയുടെ മുന്നിൽ കൂടിയാണ്. സൗണ്ട് തോമ എന്ന ചിത്രത്തിൽ ദിലീപേട്ടൻ്റെ ഒരുപാട് കോമഡി രംഗങ്ങൾ ഈ പള്ളിയുടെ മുന്നിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. പട്ടം പോലെ എന്ന ചിത്രത്തിൽ ദുൽഖറും മാളവികയും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് ഈ പള്ളിയുടെ മുന്നിലാണ്. കുട്ടനാടൻ മാർപ്പാപ്പയുടെ ക്ലൈമാക്സ് രംഗമെടുത്തത് പുളിങ്കുന്ന് പള്ളിയുടെ മുന്നിൽ വെച്ചാണ്.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കല്ലുപുരയ്ക്കൽ ഹെറിറ്റേജ് ഫാം ഹൗസിൻ്റെ കാഴ്ചകളും പുളിങ്കുന്ന് പള്ളിയുടെ വിശേഷങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ